Hello everyone, good morning. Welcome back to again to the portion Art, Truth and Politics by Harold Pinter. So we have already covered much area from this topic Art, Truth and Politics. But in this video lecture we have to fill up everything that remains in the textbook. So I'm going to discuss the remaining areas that we have in this textbook. So let's move to the topic. So you could understood that this is a pure warning against America. It's a warning to America from the person Harold Pinter and from the people who belongs to the writing community. So Harold Pinter actually takes the stand against war, against cruelty, against the brutality of America, especially America. So let's deal the remaining areas here. So ഇതുവരെ പറഞ്ഞിരുന്നത് അമേരിക്ക ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ്, അമേരിക്ക യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെ കുറിച്ചാണ്, അമേരിക്കയുടെ പല തരത്തിലുള്ള നയങ്ങളെക്കുറിച്ചാണ്. സോ ഇനിയും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ it might be a little longer, but still we have to discuss everything and we have to complete every points in this video lecture itself. So we are starting from page number 56. Okay, so the US supported all the right-wing military dictatorship in the world after Second World War. ഇവിടെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലുള്ള എല്ലാ വലതുപക്ഷ മിലിറ്ററി ഏകാധിപതികളെയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്തോനേഷ്യ, ഗ്രീസ്, ഉറുഗ്വേ, ബ്രസീൽ, പാരഗ്വേ, ഹൈറ്റി, തുർക്കി, ദ ഫിലിപ്പീൻസ്, ഗ്വാറ്റിമേല, ദെൻ എൽ സാൽവഡോർ, ചിലി. സോ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പല ഏകാധിപതികളെയും ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഹൊറർ ഇറ്റ് inflicted on Chile in 1973 can never be forgiven. Hundreds of thousands of deaths took place in all these countries, and all of them are attributable to the US foreign policy. ഇപ്പോൾ ഇവിടെ പറയുന്നത് 1973 ചിലിയിൽ നടന്നിട്ടുള്ള അതിക്രമണങ്ങൾ ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമ അർഹിക്കുന്ന ഒന്നല്ല എന്നാണ് ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു പല ആക്രമണ കാലയളവിലും മരിച്ചു വീണിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല രാജ്യങ്ങളിലും, ബ്രസീൽ, പരാഗ്വേ, ഉറുഗ്വേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഏകാധിപതികളുടെ ആക്രമണങ്ങളിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീണിട്ടുണ്ട്. അതൊന്നും ചരിത്രത്തിൽ മാപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരിക്കലും ക്ഷമ അർഹിക്കുന്ന കാര്യങ്ങളല്ല അവയൊന്നും എന്നാണ് ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം US അവർക്ക് ഏകാധിപതികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഏകാധിപതികൾ അവിടെ ഇത്രയും വലിയ അക്രമം അയച്ചു വിടുന്നത്. കാരണം US സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് വേറെ ആരും അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഏകാധിപതികൾ ആക്രമണം അയച്ചു വിടുന്നു എന്നാണ് ആര് പറയുന്നത്? ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. People pretend these things didn't happen. The US has been vicious and remorseless, but very few people talk against them. The US massacred us as a force for universal good. It's a highly successful act of hypnosis. അപ്പോൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇത്രയും കാര്യങ്ങളൊന്നും
ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ജനങ്ങൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് അറിയാം, പക്ഷേ ജനങ്ങൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ക്രൂരമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ക്രൂരമായി പെരുമാറിയിട്ടും അമേരിക്കയെ കുറ്റപ്പെടുത്താൻ ആരും തയ്യാറല്ല. അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം ക്രൂരമാണ്, പക്ഷേ അതിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല. ആരും അതിനെതിരെ അമേരിക്കയെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അമേരിക്കയെ കുറ്റപ്പെടുത്താൻ ആരും മുതിരുന്നില്ല എന്നാണ് ഹറോൾഡ് പിൻ്റർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് അമേരിക്ക നിലകൊള്ളുന്നത് എന്നാണ് അമേരിക്കയിലുള്ള അധികാരികൾ പറയുന്നത്. അങ്ങനെ ഒരു മാന്യതയുടെ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് അമേരിക്ക നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വളരെ വിജയകരമായിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്ക. What has happened to our moral sensibility? Moral sensibility is conscience. അപ്പം ഹറോൾഡ് പിൻ്റർ ചോദിക്കുകയാണ്, നമ്മുടെ മനസാക്ഷിക്ക് എന്ത് പറ്റി? മനസാക്ഷി നമ്മുടെ പ്രവൃത്തിയിലേക്ക് മാത്രം ചുരുങ്ങേണ്ട ഒന്നല്ല. മനസാക്ഷി എവിടെ പോയി, എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത്. ഹറോൾഡ് പിൻ്റർ ചോദിക്കുകയാണ്. സോ കൺസേൺസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു അവർ ഓൺ ഡീഡ്സ് ബട്ട് ആൾസോ ടു അവർ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു മറ്റുള്ളവരോടും നമുക്കൊരുപാട് ചുമതലകളുണ്ട്. നമ്മുടെ മനസാക്ഷി നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറ്റുള്ളവരോടും ആ മനസാക്ഷി മറ്റുള്ളവരോട് നമുക്ക് സിമ്പതി തോന്നുകയും അവരോട് നമുക്ക് ചുമതലകളും, അവരുടെ കാര്യത്തിൽ നമുക്കൊരുപാട് ചുമതലകളൊക്കെ ഉണ്ട്. കാരണം മനുഷ്യനൊരു സോഷ്യൽ അനിമൽ ആയതുകൊണ്ട് തന്നെ, സാമൂഹ്യ ജീവി ആയതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. Look at Guantanamo Bay. There are hundreds of people are detained without any charges for 3 years. This is in defense of a Geneva Convention. The international community hardly thinks about it. This outrage is committed by a country which declares itself to be the leader of the free world. സോ ഹറോൾഡ് പിൻ്റർ പറയാണ്, ഗോണ്ടനാമോ ബേയിലേക്ക് നോക്കൂ. ഗോണ്ടനാമോ ബേയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഗോണ്ടനാമോ ബേ എന്നുള്ള പ്രദേശത്തുള്ള ആ ഒരു തടങ്കറ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ? നൂറുകണക്കിന് ആളുകളെയാണ് കുറ്റമൊന്നും ആരോപിക്കാതെ തന്നെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവർ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അത് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടിയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ആ ഏകാധിപതികൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം, കുറ്റം ചെയ്യാത്ത ഒരാളെ തടങ്കൽ പാർപ്പിക്കുന്നത് ജനീവ കൺവെൻഷന് എതിരാണ്. ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ജനീവ കൺവെൻഷൻ. അതിന് എതിരായിട്ടാണ് അമേരിക്ക ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ലോകത്തുള്ള ആരും അമേരിക്കയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല. ആ തടവുകാരെ പറ്റിയും ആരും ഒന്നും ചിന്തിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, അവരെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയാണെങ്കിലോ സ്വതന്ത്രമായിട്ടുള്ളൊരു ലോകത്തിൻ്റെ നേതാവ്, ഞങ്ങളാണ് സ്വതന്ത്രം മുന്നോട്ട് കൊണ്ടുവരുന്ന, സ്വതന്ത്രം എന്നുള്ളൊരു ആശയം ഏറ്റവും കൂടുതൽ പാലിക്കുന്നത് ഞങ്ങളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സ്വയം അങ്ങനെ കരുതുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ ഒരു അമേരിക്കയാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഭയങ്കര ഒരു കഷ്ടമാണ് നമുക്കുള്ളത് എന്നാണ് ഹറോൾഡ് പിൻ്റർ പറയുന്നത്. സോ do we worry about the inhabitants of the Guantanamo Bay? They are confined to an island from which they may never escape. ഹറോൾഡ് പിൻ്റർ ലോകത്തോട് ചോദിക്കുകയാണ്, നമുക്ക് ഗോണ്ടനാമോ ബേയിലുള്ള തടവുകാരെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമുക്ക് അവരെക്കുറിച്ച് വല്ല ചിന്തയുമുണ്ടോ? അവരെ ഒരു ചെറിയ ദ്വീപിലാണ് തടങ്കലിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ഒരിക്കലും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. Many are on hunger strike there, but they are being force-fed. Without sedative or anesthetic, just a tube is stuck up the nose to in the throat. The person vomits blood. This is torture. Nobody speaks against it because the US has said if anybody criticizes their act is Guantanamo Bay, it will constitute an unfriendly act. So Tony Blair shuts up. The invasion of Iraq was a bandit act.
media promoted by the US made propaganda accusing Iraq have WMD, weapons of mass destruction. It killed thousands and thousands of innocent people under the pretext of bringing freedom and democracy to the Middle East. So what happens here? Okay, so ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു കാര്യം ഹറോൾഡ് പിൻഡർ വളരെ വ്യക്തമായിട്ട് തന്നെ ലോകത്തോട് പറയുന്നുണ്ട്. ഗുണ്ടനാമ ബേയിലുള്ള തടവുകാരെ പറ്റി നമുക്കറിയോ, അവരവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്ന ആളുകളെ പിടിച്ച് വെച്ചിട്ട് അവരുടെ മൂക്കിലൂടെ എന്ത് ചെയ്യാണ്, ട്യൂബ് ഇറക്കിയിട്ട്, അതും അവരെ വേദനക്കുള്ള മരുന്ന് കൊടുക്കുന്നില്ല, അനസ്തേഷ്യ ഒന്നും ചെയ്യുന്നില്ല. അവരെ അങ്ങനെ പിടിച്ചിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്, ഭക്ഷണം ഉള്ളിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ടോർച്ചറാണെന്നാണ് ആര് പറയുന്നത്, ഹറോൾഡ് പിൻഡർ പറയുന്നത്. അങ്ങനെയാണ് അമേരിക്കൻ ആർമി അല്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ടുള്ള ആ ഒരു രാജ്യത്തുള്ള ആർമി ഇങ്ങനെ നിരാഹാര സമരമൊക്കെ കിടക്കുന്നവർക്ക് എതിരെ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ആ നിരാഹാര സമരം കിടക്കുന്നവർ ബ്ലഡൊക്കെ ചോരയൊക്കെ ഛർദ്ദിക്കുകയാണ്, അങ്ങനെ ഭയങ്കര ടോർച്ചറാണ് അവരോട് ചെയ്യുന്നതെന്നാണ് ഹറോൾഡ് പിൻഡർ പറയുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടൊന്നും ആരും ശബ്ദിക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു കാരണമായിട്ട് ഹറോൾഡ് പിൻഡർ ചൂണ്ടിക്കാണിക്കുന്നത്, കാരണം US പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക പറഞ്ഞത് ഗുണ്ടനാമ ബേയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അമേരിക്കക്കെതിരെയുള്ളൊരു പ്രസ്താവനയായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്ന് അമേരിക്ക ഡിക്ലെയർ ചെയ്തു. അമേരിക്ക അങ്ങനെ പറഞ്ഞ സമയത്ത് അതിനുശേഷം ആരും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ലോകത്ത് മിണ്ടാണ്ടായി. ടോണി ബ്ലെയർ മിണ്ടുന്നില്ല. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന, ഇംഗ്ലണ്ടിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്ന ടോണി ബ്ലെയർ ഇതിൽ അമേരിക്ക ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനുശേഷമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഒരു കൊള്ളസംഘത്തിൻ്റെ ആക്രമണം പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരാണ് ഇറാഖിനെ ആക്രമിച്ചതെന്നാണ് ആര് പറയുന്നത്, ഹാറോൾഡ് പിൻഡർ പറയുന്നത്. അപ്പോൾ അമേരിക്ക ചെയ്യുന്ന ജോലി എന്താ, മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ടും ഇറാഖിന് ഒപ്പോസായിട്ടും വാർത്തകൾ പടച്ചുവിടാണ്. ഇറാഖിൻ്റെ കയ്യിൽ WMD, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആണവായുധങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിനവർ മീഡിയയെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആര്, അമേരിക്ക. അങ്ങനെയാണ് അവർ ഇറാഖിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാഖിനെ ആക്രമിച്ചപ്പോൾ അവർ അതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്ക പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ, മിഡിൽ ഈസ്റ്റിൽ സ്വതന്ത്രവും, മിഡിൽ ഈസ്റ്റ് മീൻസ് അറബ് രാഷ്ട്രങ്ങൾ, ഗൾഫ് കൺട്രീസ്, ആ ഒരു ഏരിയയിൽ സ്വതന്ത്രവും ജനാധിപത്യവും ഒക്കെ നിലനിർത്തണം. അതിനെതിരെയായിട്ടാണ് ഇറാഖ് വരുന്നത്. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇറാഖിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറാഖിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയിട്ടുള്ളതെന്നാണ് ആര് പറയുന്നത്, ലോകത്തോട് വിളിച്ച് പറയുന്നത്, ഹറോൾഡ് പിൻഡർ പറയുന്നത്. How many people do you have to kill before you are qualified to be described as a mass murderer and a war criminal? 100,000? Bush and Blair have killed more than that, and so they should be tried by the International Court of Justice. But Bush was clever. He hasn't ratified the International Criminal Court of Justice, but Blair has, and so he can be prosecuted. At least 1 lakh Iraqis were killed by American bombs and missiles. അപ്പോൾ ഇവിടെ ഹറോൾഡ് പിൻഡർ ചോദിക്കുകയാണ്, ഹൗ മെനി പീപ്പിൾ ഡു യു ഹാവ് ടു കിൽ ബിഫോർ യു ആർ ക്വാളിഫൈഡ് ടു ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മാസ് മർഡറർ ആൻഡ് എ വാർ ക്രിമിനൽ? എത്ര പേരെ കൊന്നാലാണ് നിങ്ങളൊരു വലിയ കൊലയാളിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വലിയ കുറ്റവാളിയായിട്ടോ നിങ്ങളെ ആളുകൾ ചിത്രീകരിക്കുക? അപ്പോൾ ആ എണ്ണാണ് ചോദിക്കുന്നത്. 1,00,000 പേരെ കൊന്നാൽ നിങ്ങളെ ലോകം വലിയൊരു കൊലയാളിയായിട്ട് നിങ്ങളെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ജോർജ് ബുഷും ടോണി ബ്ലെയറും കൂടിയിട്ട് 1,00,000-ൽ മേലെ ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും എന്തല്ല, വാർ ക്രിമിനൽസ് അല്ല, അവരൊന്നും വലിയ കൊലയാളികളായിട്ട് ആരും അവരെ കാണുന്നു പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇത്രയും ആളുകളെ കൊന്നതുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുപോയിട്ട് ഇവരെ ട്രയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോകത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് കോർട്ട്, ലോക കോടതി എന്ന് പറയുന്നത്. സോ നെതർലാൻഡിലാണ് ഇത് വന്നിട്ടുള്ളത്. 1945-ലാണ് ലോക കോടതി വന്നിട്ടുള്ളത്. അപ്പോൾ ഹറോൾഡ് പിൻഡർ പറയുകയാണ്, ലോക കോടതിയിൽ കൊണ്ടുപോയിട്ട് ഇവരെ ട്രയൽ ചെയ്യാൻ പറ്റും, ഇവരെ
വിചാരണയ്ക്ക് വിധേയമാക്കാൻ പറ്റും. ബട്ട് ബുഷ് വാസ് ക്ലവർ. പക്ഷേ ആ ഒരു ഉടമ്പടിയിൽ ബുഷ് ഒപ്പുവെച്ചിട്ടില്ല. ഇങ്ങനെയൊരു ഉടമ്പടി ഉണ്ട്, പക്ഷേ ബുഷ് അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഉടമ്പടിയിൽ ബുഷ് ഒപ്പുവെച്ചിട്ടില്ല, പക്ഷേ ടോണി ബ്ലെയർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോണി ബ്ലെയറിനെ കോടതിയിൽ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് 100,000 ഇറാഖികളെങ്കിലും ഈ ഒരു അമേരിക്കയുടെ ബോംബാക്രമണത്തിലും മിസൈലാക്രമണത്തിലും മറ്റും എല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ 100,000-ൻ്റെ മേലെ ഇറാഖികൾ ആര് കൊന്നിട്ടുണ്ട്? അമേരിക്ക കൊന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ട്? ഇറാഖിൻ്റെ കയ്യിൽ അണവായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വലിയ നുണയായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. നമ്മളെല്ലാം അത് കണ്ടതാണ് എന്നാണ് നമ്മളോട് പറയുന്നത്, ഹാറോൾഡ് പിൻഡർ പറയുന്നത്. So early in the invention, there was a photograph on the front of page of a British newspaper of Tony Blair kissing the cheek of a little Iraqi boy, a grateful child. Said the caption. A few days later, there was a photograph of another 4-year-old boy with no arms. His family had been blown up by a missile. The boy asked, "When do I get my arms back?" Tony Blair was not holding him in his arms. "Blood is dirty. It dirties your shirt and tie." So what happens? ഇറാഖ് നടത്തിയിട്ടുള്ള യുദ്ധകാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ടോണി ബ്ലെയർ ഒരു ഇറാഖി പയ്യൻ്റെ കവിളത്തുമ്മ വെക്കുന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രം ഈ ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത് ഒരു നന്ദിയുള്ള കുട്ടി, എ ഗ്രേറ്റ്ഫുൾ ചൈൽഡ്, ഒരു നന്ദിയുള്ള കുട്ടി എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത്. ആ ഒരു ക്യാപ്ഷൻ അതിൻ്റെ തലക്കെട്ടതായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതേ പത്രത്തിൽ തന്നെ വേറൊരു ഫോട്ടോ വന്നു. 2 കൈയും അറ്റുപോയിട്ടുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോയായിരുന്നു അത്. അപ്പോൾ ആ ഒരു പത്രത്തിൻ്റെ ന്യൂസിൽ ആ ഒരു കുട്ടി അവൻ്റെ പാരൻസിനെ എൻക്വയറി ചെയ്യാണ്. പക്ഷേ അവരുടെ പാരൻസ് എല്ലാം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അമേരിക്കയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്, എപ്പോഴാണ് എനിക്കെൻ്റെ കൈകളൊക്കെ തിരിച്ചു കിട്ടുക? കുട്ടിയുടെ 2 കൈയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് എപ്പോഴാണ് കൈകളൊക്കെ തിരിച്ചു കിട്ടുക എന്നുള്ളത്. പക്ഷേ ടോണി ബ്ലെയർ അത് കേട്ടില്ല. ടോണി ബ്ലെയർ ആ കുട്ടിയെ മീറ്റ് ചെയ്തിട്ടില്ല. ടോണി ബ്ലെയർ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താ? ബ്ലഡ് ഈസ് ഡേർട്ടി. ചോര എന്താണ്? ബ്ലഡ് എന്താണ്? വൃത്തികെട്ടതാണ്. അത് നമ്മുടെ ഷർട്ടും ടൈയും ഡ്രസ്സും എല്ലാം എന്ത് ചെയ്യും? വൃത്തികേടാക്കും. അതുകൊണ്ട് ടോണി ബ്ലെയർ എന്ത് ചെയ്യുന്നില്ല? അതിന് തയ്യാറാവുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഹാറോൾഡ് പിൻഡർ പറയുന്നത്. 2000 Americans also died. They were transported to their graves in the dark. The mutilated rot in their beds, some for the rest of their lives. The dead and mutilated rot in different kinds of graves. അപ്പോൾ എന്ത് സംഭവിച്ചു? 2000-ഓളം അമേരിക്കക്കാരും ആ ഒരു യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. 100,000-ൻ്റെ മേലെ ഇറാഖികൾ മരിച്ചു. ഇറാഖികളെ അമേരിക്ക കൊന്നു. ആ സെയിം യുദ്ധത്തിൽ 2000-ൻ്റെ മേലെ അമേരിക്കക്കാരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമേരിക്കക്കാരെന്താ അമേരിക്ക ചെയ്യുന്നത്? രാത്രി കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മരണപ്പെട്ടവരിൽ കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടവർ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ചിലർ മരിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ചിലർ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത പരിക്ക് പറ്റിയിട്ട് അത്രയും നരകിച്ച് കിടക്കുന്നുണ്ട്. മാരകമായിട്ടുള്ള മുറിവേറ്റിട്ടും മാരകമായിട്ടുള്ള മിസൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുമൊക്കെ ഭയങ്കരമായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇവർക്കെല്ലാം അമേരിക്ക നൽകുന്നത് മരണം മാത്രമാണ്, ഒരു ജീവിതം നൽകുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഹാറോൾഡ് പിൻഡർ ലോകത്തോട് പറയുന്നത്. So the US has 702 military installations throughout the world in 132 countries. It has 800 active and operational nuclear warheads. 8,000. So 2,000 are higher trigger alert, ready to launch it with 50 minutes warning. It's developing new systems of nuclear force known as bunker busters. സോ അമേരിക്കയ്ക്ക് എന്തുണ്ട്? 132 രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എന്തുണ്ട്? 702ഓളം മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, മിലിറ്ററി ക്യാമ്പുകളുണ്ട്. അപ്പോൾ 8000-ഓളം ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് അമേരിക്ക. 132 രാജ്യങ്ങളിലായിട്ട് 702 മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അതുപോലെ 8000-ഓളം ന്യൂക്ലിയർ വാർഹെഡ്സും ഉണ്ട്.
അപ്പോൾ അതിൽ 2000-ഓളം ന്യൂക്ലിയർ വാർഹെഡ്സ് എന്താണ് 15 മിനിറ്റിനുള്ളിൽ വിക്ഷേപിക്കാൻ സജ്ജമായിട്ടുള്ള തയ്യാറായി കിടക്കുന്ന ന്യൂക്ലിയർ വാർഹെഡ്സാണ് 2000-ഓളം. അമേരിക്ക ഇത് കൂടാതെ പുതിയ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പണിപ്പുരയിലാണ്. പുതിയ ന്യൂക്ലിയർ വെപ്പൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. ഇതൊന്നും കൂടാതെ അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ പേര്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ആ ഒരു പ്രൊജക്റ്റിന് അവർ പേര് കൊടുത്തിരിക്കുന്നത് ബങ്കർ ബസ്റ്റേഴ്സ് എന്നാണ്. സോ the British are also planning to replace their nuclear missile trident. Who are they aiming at? You, me, China, Paris. This can be called infantile instantly, and it is at the heart of a present American political philosophy. അപ്പോൾ അമേരിക്കയെ കൂടാതെ ബ്രിട്ടീഷുകാരും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ട്രൈഡൻ മിസൈൽസ്, സബ്മറൈൻ മുങ്ങിക്കപ്പൽ വഴിയുള്ള അവരുടെ മിസൈൽസും മറ്റുമെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതിലെല്ലാം ഒരുപാട് മാറ്റം കൊണ്ടുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആരെയാണോ ഉന്നം വയ്ക്കുന്നത്? നിങ്ങളെയാണോ, അതോ എന്നെയാണോ, അതോ ചൈനയെയാണോ, പാരീസിനെയാണോ, ഇന്ത്യയെയാണോ? ആരെയാണ് ഇവർ ഉന്നം വെക്കുന്നത്? ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വെപ്പൺസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ഒരു ഭ്രാന്തമായ അവസ്ഥയായിട്ട് വേണം നമ്മൾ കാണാൻ എന്നാണ് ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ ചിന്താഗതി, അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭാഗം, അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂൺ എന്താണ്? യുദ്ധമാണ്, ആക്രമണമാണ്, മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളതാണ്, അല്ലാതെ സമാധാനം അല്ല എന്നാണ് ആര് പറയുന്നത്? ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. Okay, so many thousands of Americans are sickened by the actions of their government, but they are not a unified force. I know President Bush has many excellent speech rights, but I have to write one short address for him to make on television to nation. അപ്പോൾ ഹറോൾഡ് പിൻറ്റർ പറയാണ്, അമേരിക്കയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ പല നടപടികൾക്കും എതിരാണ്. ഒരുപാട് ആളുകൾ അമേരിക്കയിൽ അവരുടെ സ്വന്തം ഗവൺമെൻറ്റിന് എതിരാണ്. പക്ഷേ എന്തുണ്ട്, അവർക്കിടയിൽ ഒരു യൂണിറ്റി ഇല്ല, ഒരു ഒരുമയില്ല. ഒരുമയുണ്ടെങ്കിൽ എന്നോ ജോർജ് ബുഷിനെയൊക്കെ അമേരിക്ക പുറത്താക്കിയിട്ടുണ്ടാവും. സോ അവർക്കിടയിൽ ഒരുമയില്ല. പക്ഷേ ഒരുപാട് ആളുകൾ അമേരിക്കയുടെ ആ ഒരു നയത്തിന്, അമേരിക്കയ്ക്കകത്ത് തന്നെ എതിരാണ്. പക്ഷേ അവർക്കിടയിൽ ഒരു ഒരുമയില്ല. സോ ഹറോൾഡ് പിൻറ്റർ തുടർന്ന് പറയുന്നു, ജോർജ് ബുഷിന് പ്രസംഗങ്ങൾ എഴുതി കൊടുക്കാൻ ഒരുപാട് നല്ല എഴുത്തുകാർ ഇവിടെയുണ്ട്, അമേരിക്കയിലുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഞാനും ഒരു പ്രസംഗം എഴുതി കൊടുക്കാം. ആ ഒരു പ്രസംഗം ടെലിവിഷനിൽ കൂടെ രാജ്യത്തോട് പറയാൻ വേണ്ടിയിട്ട് ജോർജ് ബുഷ് തയ്യാറാവണം എന്നാണ് ആരിവിടെ പറയുന്നത്? ഹറോൾഡ് പിൻറ്റർ പറയുന്നത്. അങ്ങനെ എന്താണ് ആ പ്രസംഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോർജ് ബുഷിന് ഞാനൊരു പ്രസംഗം എഴുതി തരാം, അത് നിങ്ങൾ ടെലിവിഷനിലൂടെ ലോകത്തോട് മൊത്തം പറയണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രസംഗമാണ്. സോ ആ ഒരു പ്രസംഗത്തിലൂടെ ഹാറോൾഡ് പിൻറ്റർ ചെയ്യുന്നത് ഒരു തരം കളിയാക്കലാണ്. ജോർജ് ബുഷിനെയും അമേരിക്കയെയും കളിയാക്കാണ്. പ്യൂറായിട്ട് ഉള്ള ഒരു കളിയാക്കലാണ്, ഒരു ഹാസ്യമാണ് ഈ ഒരു പ്രസംഗം. ഓക്കെ, സോ ആ ഒരു പ്രസംഗത്തിലോട്ടാണ് നമ്മളിനി കിടക്കുന്നത്. മൈ ഗോഡ് ഈസ് ഗുഡ്, Bin Laden's God is bad, Saddam's God was bad. We are not barbarians. We don't chop people's head off. We believe in freedom. I am elected a leader of freedom, loving democracy. We are compassionate society. So ഇവിടെ പറയുന്നു, ഈ ഒരു സ്പീച്ച് നിങ്ങൾ റേഡിയോ വഴി ലോകത്തോട് പറയൂ എന്നാണ് ആര് പറയുന്നത്? ഹറോൾഡ് പിൻറ്റർ ബുഷിനോട് പറയുന്നത്. സോ ആ സ്പീച്ചിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ദൈവം നല്ലതാണ്, ബിൻ ലാദൻ്റെ ദൈവമോ ചീത്തയാണ്, അതുപോലെ സദ്ദാം ഹുസൈൻ്റെ ദൈവം ചീത്തയാണ്. അതുപോലെ പറയുന്നു, എന്താണ്, വി ആർ നോട്ട് ബാർബേറിയൻസ്, നമ്മളെന്തായാല കാടന്മാരല്ല, നമ്മൾ പ്രാകൃതരല്ല, നമ്മൾ ആരുടെയും തലവെട്ടുന്നില്ല, നമ്മൾ സ്വതന്ത്രമായ സത്യത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ സ്വതന്ത്രത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ജനാധിപത്യത്തെ സ്നേഹിക്കുന്നു. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തികൾ ചെയ്യുന്നു. അതുപോലെ നമ്മൾ മറ്റുള്ള ആളുകളോട് ഭയങ്കര ദയാപരമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ദയാപരമായി പെരുമാറുന്ന ഒരു സമൂഹമാണ് അമേരിക്കൻ സമൂഹം എന്നൊക്കെ നിങ്ങൾ ലോകത്തോട് പറയൂ എന്നാണ് ആര് പറയുന്നത്? ഹറോൾഡ് പിൻറ്റർ ഈ ഒരു പ്രസംഗത്തിലൂടെ കളിയാക്കിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
So we give compassionate electrocutions and compassionate lethal injection. അപ്പോൾ ആളുകളെ കരണ്ടടുപ്പിച്ചിട്ട് കൊല്ലുന്നതും, ഇലക്ട്രോക്യൂട്ട് മീൻസ് കരണ്ടടുപ്പിച്ചിട്ട് ആളുകളെ കൊല്ലുക, അതുപോലെ വിഷം കുത്തിവെച്ച് കൊല്ലുക, ഇതൊക്കെ നമ്മൾ വളരെ ദയാപൂർവമായിട്ടാണ് ചെയ്യുന്നത്. We are a great nation. I am not a dictator, he is. I am not a barbarian, he is. They are all. I possess moral authority. You see this first. This is my moral authority. Don't forget it. അതിനുശേഷം ഹറോൾഡ് പിൻഡർ വളരെയധികം കളിയാക്കിയിട്ടാണ് പറയുന്നത്. അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജോർജ് ബുഷ് ഇങ്ങനൊരു സ്പീച്ച് ലോകത്തോട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. വളരെയധികം കളിയാക്കിയിട്ടുള്ളൊരു സ്പീച്ചായിട്ടാണ് ഹറോൾഡ് പിൻഡർ ബുഷിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആളുകളെ ഇലക്ട്രോക്യൂട്ട് ചെയ്യുന്നതും വിഷം കുത്തി വെച്ച് കൊല്ലുന്നതും ഒക്കെ വളരെ ദയാപൂർവമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു മഹത്തരമായ രാജ്യമാണ്, ഞാനൊരു ഏകാധിപതിയല്ല, പക്ഷെ ആരേകാധിപതിയാണ്? മറ്റുള്ള രാജ്യത്തുള്ള ഭരണാധികാരികൾ ഏകാധിപതിയാണ്. ഞാനൊരു ബാർബേറിയനല്ല, ഒരു കാടനല്ല, ഒരു പ്രാകൃതനല്ല, പക്ഷെ എന്താണ്, മറ്റുള്ള രാജ്യത്തുള്ള ഭരണാധികാരികൾ കാടന്മാരാണ്, ബാർബേറിയൻസാണ്, പ്രാകൃതരാണ്. പിന്നീട് പറയുന്നു, എനിക്ക് എന്തുണ്ട്, മനസാക്ഷിയുടെ ശക്തിയുണ്ട്. ആർക്ക്? അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള എനിക്ക്. പിന്നെ പറയുന്നു, നിങ്ങളെൻ്റെ ഈ ഒരു മുഷ്ടി കണ്ട് അദ്ദേഹം പറയുകയാണ്, ദിസ് ഇസ് മൈ മോറൽ അതോറിറ്റി, യു സീ ദിസ് ഫിസ്റ്റ്. ഫിസ്റ്റ് മീൻസ് നമ്മുടെ മുഷ്ടി. നിങ്ങൾ എൻ്റെ ഒരു കൈയുടെ മുഷ്ടി കണ്ടോ? ഇതാണ് എൻ്റെ മനസാക്ഷി, ഇതാണ് എൻ്റെ അധികാരം. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അതൊരിക്കലും നിങ്ങൾ മറക്കരുതെന്ന് ലോകത്തോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം എന്ന് ഹാറോൾഡ് പിൻഡർ ആരോട് പറയാണ്? ജോർജ് ബുഷിനോട് പറയാണ്. സോ ജോർജ് ബുഷിനെ കളിയാക്കിയിട്ടുള്ള ഒരു സ്പീച്ചായിട്ടാണ് ഇവിടെ നമുക്കിത് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഏറ്റവും കൺക്ലൂഷനിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ എ റൈറ്റേഴ്സ് ലൈഫ് ഈസ് എ ഹൈലി വൾണറബിൾ. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം വളരെയധികം ദുർഘടം പിടിച്ചതാണ്. ദ റൈറ്റർ മേക്സ് ഹിസ് ചോയ്സ് ആൻഡ് ഹീ ഈസ് സ്റ്റക്ക് വിത്ത് ഇറ്റ്. എ റൈറ്റർ ഫൈൻഡ്സ് നോ ഷെൽട്ടർ, നോ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. ആ ഒരു എഴുത്തുകാരനെ ഒരു അഭയവും നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒരു അഭയവും ആരും കൊടുക്കില്ല, അതുപോലെ ഒരു രക്ഷാകവചവും ആരും കൊടുക്കുന്നില്ല. I believe that despite the enormous odds which exist, we have a crucial obligation. It's now define the real truth of our lives and our society. It's a mandatory obligation for all of us. If we don't carry out that obligation, we have no hope for restoring that is so nearly lost to us, the dignity of man. So ഹറോൾഡ് പിൻഡർ ഇവിടെ പറയുന്നത് ലോകത്തുള്ള എല്ലാ എഴുത്തുകാരോട് കൂടിയാണ്. നമ്മൾ എഴുത്തുകാരാണ്, എഴുത്തുകാർക്ക് ആരും അഭയം തരുന്നില്ല, നമുക്കാരും രക്ഷാകവചമൊന്നും തരുന്നില്ല. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എഴുത്തുകാരായിട്ടുള്ള നമുക്ക് ഒരു കടമ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട കടമ തന്നെ ലോകത്തോട് നിർവഹിക്കേണ്ടതുണ്ട്. തുടർന്ന് ഹറോൾഡ് പിൻഡർ പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെയും അതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ ശരിയായിട്ടുള്ള സത്യം, നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ശരിയായിട്ടുള്ള സത്യം നിർവചിക്കുക എന്നതാണ് നമ്മുടെ ജോലി. നമ്മളുടെ ജോലി അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, സത്യമായിട്ട് അതിനെ നിർവചിക്കുക. അമേരിക്കയിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, സത്യമായിട്ട് അതിനെ നിർവചിക്കുക. അങ്ങനെ നിർവചിച്ചുകൊണ്ട് ആളുകൾക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കുക. അതിന് നമുക്ക് പല മീഡിയംസ്, നോവലായിട്ടും കവിതയായിട്ടും ഡ്രാമയായിട്ടും അങ്ങനെ പല മീഡിയംസ്, പല മാധ്യമങ്ങൾ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ജോലി എന്താ, സമൂഹത്തിൻ്റെയും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഒക്കെ ശരിയായിട്ടുള്ളൊരു സത്യം, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് നമ്മുടെ സമൂഹം, എന്തിനാണ് ഒരു രാജ്യത്ത് ഭരണാധികാരി, ഇതിൻ്റെയൊക്കെ ശരിയായിട്ടുള്ളൊരു ട്രൂത്ത്, ഒരു സത്യത്തിൻ്റെ വശം നമ്മൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കടമയാണ് ഇത് എന്നാണ് ഹറോൾഡ് പിൻഡർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കടമ നമ്മൾ ഒരിക്കലും നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നഷ്ടപ്പെട്ട പ്രതാപം, നഷ്ടപ്പെട്ട ഒരു മനോഹരമായ കാലഘട്ടം നമുക്കൊരിക്കലും ലോകത്തോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള മനോഹരമായ ഒരു കാലഘട്ടത്തെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം ആഗ്രഹിക്കാൻ പോലും ആശിക്കാൻ പോലും
വിഷ് ചെയ്യാൻ പോലും നമുക്ക് റൈറ്റില്ല, നമുക്ക് അവകാശമില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ആ ഒരു എഴുത്തുകാരോട് പറയുന്നത്. ഹാറോൾഡ് പിൻ്റർ ലോകത്തുള്ള എല്ലാ എഴുത്തുകാരോടും ആയിട്ട് ഈ ഒരു നൊബൽ പ്രൈസ്, ലിറ്ററേച്ചറിലുള്ള നൊബൽ പ്രൈസ് സ്വീകരിക്കുന്ന സമയത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അഭിമാനമാണ് ലോകത്തെ ഏറ്റവും വലുത്, അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നാണ് ആര് പറയുന്നത്, ഹാറോൾഡ് പിൻ്റർ പറയാണ്. ഓക്കെ, സോ ഹാറോൾഡ് പിൻ്ററിൻ്റെ ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള ഈ ഒരു പോർഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഈ ഒരു പോർഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അമേരിക്കയെക്കുറിച്ചാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്നത്. അമേരിക്കയുടെ പല നയങ്ങളെക്കുറിച്ചും അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചും അമേരിക്ക ലോകത്തോട് പറഞ്ഞിട്ടുള്ള പച്ചയായിട്ടുള്ള നുണകളെക്കുറിച്ചൊക്കെയാണ്, അതിനെതിരെയായിട്ടാണ് ഹാറോൾഡ് പിൻ്റർ സംസാരിക്കുന്നത്. അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഹാറോൾഡ് പിൻ്റർ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് you have got a picture about the topic art, truth and politics. And if you people have any doubts regarding to the lecture that we have dealt now, we have discussed now, you can close to me, you can ask me, you can WhatsApp me. Okay, no problem. Okay, anyway, bye. Let's meet with a new chapter.